സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താമത്മാതിസാക്ഷാൻ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഭഗവാന്റെ ബാലലീല വർണ്ണിക്കുന്ന 45-ാമത്തെ ദശകത്തിൽ 3 ശ്ലോകം ആണ് പറഞ്ഞു വെച്ചത്. 4-ാമത്തെ ശ്ലോകം ധൃതഗതിഷു പദന്താവുത്തിതോലിപ്തപങ്കോതി വിമുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനോ മൃതമതജനനീഭ്യാം സാനുകമ്പം ഗൃഹീതോ മുഹുരഭിപരിരബ്ധോ ദ്രാക്വാൻ ചുംബിതൗ ച. ധൃതഗതിഷു പതന്ത, വേഗം മുട്ടുകുത്തി നടക്കുമ്പോൾ ചിലപ്പോൾ തടഞ്ഞു വീഴാൻ സാധ്യതയുണ്ടല്ലോ. വീഴുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ദ്രുതഗതിഷു, വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, പതന്തൗ വീഴ. അപ്പം എന്തു ചെയ്യും? ഉത്തിതോ, എഴുന്നേൽക്കും. കുട്ടികൾക്ക് ഇപ്പോൾ ഈ വീഴാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. വലിയ ആൾക്കാർ വീണാലേ അയ്യോ അയാൾ വീണൂത്രേ, പിന്നെ കുറച്ച് പ്രശ്നമായില്ലേ. വീഴാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീക്ക്, ചിലപ്പോൾ എണീപ്പിക്കുക തന്നെ വേണ്ടി വരും. സ്വന്തം എണീക്കാൻ വയ്യാണ്ട് പ്രശ്നമാവുക. കുട്ടികളിപ്പോൾ വീണാൽ എണീക്കന്നെ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അതാണ് പതിതോ ഉത്തിതോ ലിപ്ത പങ്കോ. കുറേശ്ശെ ചളി മാലിന്യം എന്നൊക്കെ മേലിൽ പറ്റും. ലിപ്ത പങ്കോ, പങ്കെന്ന് പറഞ്ഞാൽ ചളി അല്ലെങ്കിൽ മാലിന്യം. ദിവി അപങ്കൈ മുനിഭിസ്മിതം വന്ധ്യമാനോ, മഹർഷിമാരാൽ വന്ദിക്കപ്പെടുന്നവരും ആയ ഇവർ. അഥ ധൃതം ജനനീഭ്യാം, അമ്മ വേഗം വന്നിട്ട് എടുക്കുക. അമ്മമാരെ രോഹിണിയുണ്ട്, യശോദയുണ്ട്. യോ ഉണ്ണി വീണു എന്നും പറഞ്ഞ് വേഗം വന്ന് എടുക്കും. വീണോ എന്നൊക്കെ ചോദിച്ചാൽ അവരെ സമാധാനിപ്പിച്ച് ദ്രാക് പരിരബ്ധോ മുഹുരഭിചുംബിതൗ ച, വീണ്ടും 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 പുഞ്ചിരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. പരിരബ്ധോ മുഹുരഭിചുംബിതൗ ച, ഉമ്മ വയ്ക്കുക, ചുംബിക്കുക, വീണതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. ധൃതഗതിഷു പതന്താവുത്തിതോ ലിപ്ത പങ്കോ, മേലൊക്കെ ഈ ചളി അപ്പോൾ പരണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ചളിയിൽ വീഴുമ്പോൾ മേലൊക്കെ ചളി ഉണ്ടാവും എന്നർത്ഥം. ഇതാണ് ഉത്തിതോ ലിപ്ത പങ്കോ, ചളി പുരണ്ടതായിട്ട്. ദിവി പുനിഭിരപങ്കേ സസ്മിതം വന്ധ്യമാന, ശരിക്കും പറയാച്ച വന്ധ്യമാനവും, അത് ദ്വിവചനാണ്. ആരാണ് ഈ ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാ മഹർഷിമാരാലും വന്ദിക്കപ്പെടുന്നവനാണ് അല്ലേ. മഹർഷിമാർ എങ്ങനെയുള്ളവരാണ്? യാതൊരുവിധ മാലിന്യങ്ങളും മനസ്സിലില്ലാത്ത, രാഗദ്വേഷാദികളൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ ഒരു രാഗദ്വേഷവും മനസ്സിലില്ലാത്ത നിർമ്മല മനസ്സുള്ളവരാൽ സദാ കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ്റെ മേലിൽ ചളി പുരണ്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. ഭഗവാനെ കീർത്തിക്കുന്നവരിൽ പോലും ചളിയില്ല, ഒട്ടുമില്ല. പിന്നെ ഭഗവാൻ വീണപ്പോൾ ചളി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു വിരോധാഭാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഭഗവത് താവംഗ്രീമനുകൃഷ്ട്യതരീതൃബന്ധവും കോശപ്രഘോഷരുചിരം മൃതകർത്തമേഷു. കർദ്ദമെന്ന് പറഞ്ഞ ചളിയാണ് കേട്ടോ ഇവിടെ അർത്ഥം. വ്രജം ഗോകുലം, ഗോകുലത്തിൻ്റെ ചളിയിലൊക്കെ മേലിൽ പറ്റിയെന്നൊക്കെ. തന്നാദകൃഷ്ടമനുസാവനുതൃത്യലോകം മുക്തപ്രഭീതവത് ഉഭേയ ദുരന്തി മാത്രോ, വേഗം അമ്മമാർ വന്നിട്ട് എടുക്കും. തന്മാതരോ നിജസുതോ ഗിണയാതൃവന്ധ്യോ പങ്കാംഗരാജരുചിര ഉപഗുക്യദുർഭ്യാം. യാതൊരു മാലിന്യവും ഇല്ലാത്ത മഹർഷിമാരാൽ ഉപാസിക്കപ്പെടുന്ന, ഭജിക്കുന്ന ഭഗവാന്റെ മേൽ ചളിയാവുക, ഭഗവാന്റെ മേൽ ചളിയാവുകയും ചെയ്തു. തന്മാതരോ എന്ന് പറയണം. തന്നാദകൃഷ്ടമനുതാവനുതൃത്യലോകം മുഗ്ധപ്രഭീതവത് ഉഭേയ ദുരന്തി മാത്രോ. അച്ഛനമ്മ, ആ അമ്മ, 2 അമ്മമാരും വേഗം വന്നിട്ട് എടുത്തു എന്ന് പറയണം. എടുത്തിട്ട് ചുംബിച്ചു. ഉമ്മ കൊടുത്ത് കുട്ടിക്ക് വീണിട്ട് വല്ലതും പറ്റിയോ എന്നവർ ആകുലരായി. മുഹുരഭി പരിരബ്ധോ ദ്രാക്വാൻ ചുംബിതൗ ച. മൃതകുചമരഭംഗേതാരയന്തീ ഭവന്തം തരളമതിയശോദ തന്യതാധന്യധന്യ കപടപശുഭമത്തേ മുക്തസാങ്കുരം തേ ദശനമുകുളകൃത്യം ദീക്ഷവക്രം ജഗർഷ.
ഏതൊരു അമ്മമാർക്കും അവരുടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിർവൃതിയാണ്. അനാവശ്യമായിട്ട് എല്ലാം മറന്നിട്ടാണ് അമ്മ അത് ചെയ്യുന്നത്. മുലപ്പാൽ കുട്ടി കുടിക്കണത് ആസ്വദിച്ചിട്ട് അമ്മമാർ ഇരിക്കലുണ്ട് എന്നാണ് അല്ലേ. കാരണം അത്രയും സന്തോഷം ആ കുട്ടിക്ക് കൊടുക്കുന്ന വേറൊരു സംഭവമില്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. സ്മിതകുജപരമങ്കേധാരയന്തി ഭവന്തം തരളമതിയശോദ ധന്യതാ ധന്യധന്യ. അത് ഭഗവാന് ഇപ്രകാരം മുലപ്പാൽ കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചതായിട്ടുള്ള യശോദയുടെ ഒരു ഭാഗ്യം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അല്ലല്ലോ കൊടുക്കുന്നത്, സാക്ഷാൽ പരബ്രഹ്മം മുലപ്പാൽ കൊടുക്കുകയാണ്. കപട പശുപ, കപടവേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഇതൊരു ഉണ്ണീന്ന് വേഷയുള്ളൂ. ആരാണത്? ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ്. കപട പശുപ മധ്യേ മുക്തകാസാങ്കുരന്തേ. മുലപ്പാൽ കുടിച്ച് ആ പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ മുഖം കണ്ട് യശോദ അത്യാനന്ദത്തെ പ്രാപിച്ചു. ദശനമുകുളഹൃത്യം വീക്ഷ്യവക്ത്രം ജഗർഷ. താമരപ്പൂ പോലെയുള്ളതാക്കുന്ന മുഖം കണ്ട് അമ്മമാർ ആനന്ദിച്ചു. തന്മാതരോ നിജസുതോ ഗൃണയാസ്നുവന്ധ്യോ പങ്കാംഗരാജരുചിരൗ ഉപഗുഹ്യദുർഭ്യാം ദത്വാസ്തനം പ്രപിപതോസ്മ മുഖം നിരീക്ഷ്യ. മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികളുടെ മുഖം കണ്ട് ദത്വാസ്തനം പ്രപിപതോസ്മ മുഖം നിരീക്ഷ്യ. മുലപ്പാൽ കുടിച്ചിട്ടുള്ളതായിട്ടുള്ള മുഖം, കുടിക്കുന്നതായിട്ടുള്ള മുഖം കണ്ട് മുഗ്ധ സ്മിത അല്പദശനം ഏതു പ്രമോദം. ചെറുതായിട്ടുള്ള പല്ല് കാട്ടിച്ചിരിക്കുന്നത് കണ്ട യശോദയും രോഹിണിയും അത്യാനന്ദത്തെ പ്രാപിച്ചു എന്ന് പറയണം. തദനു ചരണചാരീ ധാരകേ സാകമാര നിലയ എതിഷു ഖേലൻ ബാലചാബല്യശാലി ഭവനച്ചുകപിടാളാൻ വത്സകാഞ്ചാനുധാവൻ കഥമപി കൃതഹാസേർ കോപകേർവാരിതോ ഭൂ. മാലിനീ വൃത്തത്തിലത്തെ ആ ശ്ലോകങ്ങൾ, ആ ശ്ലോകത്തിൻ്റെ സുഖമാണ്. തദനു ചരണചാരി ധാരകേ സാകമാരാൻ. ചരണചാരി പിന്നെ അങ്ങനെ നടന്നു തുടങ്ങുകയാണ്. കുറേശ്ശെ മുട്ടുകുത്തലിൽ നിന്ന് മാറി കാലിൽ നിൽക്കാൻ പഠിക്കുക, ഇടയ്ക്ക് വീഴുക, വീണ്ടും നീക്കുക, നടക്കാൻ പഠിക്കുക. തദനു ചരണചാരി, കാലിൽ സഞ്ചരിക്കുന്നവർ, ചരണചാരികൾ അല്ലേ, കാലിൽ സഞ്ചരിക്കുക. തദനു ചരണചാരി. പിന്നെയോ ആരാ നിലയത്തതിശു, അയൽ വീടുകളിലേക്കൊക്കെ കുറേശ്ശെ എത്താൻ തുടങ്ങി. ഇവിടുന്ന് പോയിട്ട് അടുത്ത വീട്ടിലേക്ക് എത്തുക. നിലയം എന്ന് പറഞ്ഞ വീടാണല്ലോ. നിലയതതിശു ധാരകൈ സാകം കേലൻ. അവിടെ ഉള്ള കുട്ടികളുമായിട്ട് കളിക്കും. പല കളികളിൽ ഇങ്ങനെ ഏർപ്പെടവേ, കുട്ടികൾക്ക് ഇപ്പം ഇന്ന സ്ഥലം തന്നെ വേണമെന്നൊന്നുമില്ല. വേറെ വീട്ടായി അവിടെ കളിക്കാൻ വല്ലതും കിട്ടിയിട്ട് കൊടുത്തു, കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും ഭക്ഷിക്കാനോ കൊടുത്തു നോക്കുക, അവിടെ നിൽക്കും കുട്ടികളല്ലേ. എവിടെ സ്നേഹിക്കുക വെച്ചാൽ അവിടെ പോകാമെന്നാണ്. അവർക്കിപ്പോൾ ഉണ്ടോ ഇന്ന സ്ഥലം, തൻ്റെ സ്ഥലം അല്ലാത്ത സ്ഥലം, ഇതൊന്നും ഇല്ലാത്തവരാണ് കുട്ടികളെ. ഇപ്പം ധാരകേ സാകം ഖേലൻ, അവിടെ കുട്ടികളുമായിട്ട് അങ്ങനെ കളിച്ച് കളികളിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ ബാലചാബല്യശാലി, ചെറിയ കുട്ടികൾ കളിക്കുന്ന ചാബല്യങ്ങൾ എല്ലാം ചെയ്തിരുന്നു. അത് ചിലതൊക്കെ പറയണ ഭവനശുഖ ബിടാളാൻ, വളർത്ത് തത്ത. ആ തത്ത പറക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുക, പിന്നാലെ ഓടിയുണ്ടോ എത്തുന്നു. പിന്നെ വളർത്ത് തത്തകളുടെ പിന്നാലെ ഓടുക. ശുഖം തത്ത, വളർത്ത് തത്തകളുടെ പിന്നാലെ ഓടിയിട്ടും പസ്സകാഞ്ചാനുധാവൻ, പശുക്കുട്ടികളുടെ പിന്നാലെ ഓടും. ചിലപ്പോൾ പശു മുമ്പിൽ ഓടുക, കുട്ടി പിന്നാലെ ഓടുക. അങ്ങനെ ഓടിയിട്ടും ഗോപകേ കൃതഹാസൈ, ഗോപന്മാരാൽ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടും അവരെ പൊട്ടി രസിപ്പിച്ചുകൊണ്ടും. കാണാൻ നല്ല രസമാണ് കളികൾ കാണാനേ. ഗോപന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഞെരുങ്ങി കടന്നു തടഞ്ഞു. ആ ഗോപന്മാരെ മുഴുവനും ആനന്ദിപ്പിച്ചു. ഭവനചുകപിടാളാൻ വത്സകാഞ്ച അനുധാവൻ, അനുധാവൻ പിന്തുടർന്ന് ഓടിയിട്ട്. കുട്ടികൾ ഓടുമ്പോൾ പിന്നാലെ ഓടുക. ഒരു പശുവിൻ്റെ കൊമ്പ് പിടിക്കുക, മറ്റേ കുട്ടി മറ്റേ പശുവിൻ്റെ മറ്റേ കൊമ്പ് പിടിക്കുക. രണ്ട് കൊമ്പത്ത് പിടിക്കുമ്പോഴേക്കും ഓടിയെത്തും. അയ്യോ കൊമ്പത്താണ് കുട്ടി പിടിച്ചിരിക്കണം, അത് കുടയേ അബദ്ധം പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് യശോദ ഓടി വരും, രോഹിണി ഓടി വരും. ഭവനശുഖ ബിടാളാൻ വത്സകാൻ, പശുക്കുട്ടികളുടെ പിന്നാലെ ഓടിയിട്ടും കഥമഭികൃതകാസേർ ഗോപകേർവാരിതോപു, പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗോപകന്മാരിതൊക്കെ കണ്ട് വളരെയേറെ രസിച്ചു, ആനന്ദിച്ചു. അതാണ് എരിക്കങ്കന ദർശനീയ കുമാരലീലാമന്തർവ്രജേതബല പ്രഗൃഹീത പുച്ഛൈ. പശുവിൻ്റെ വാല് പിടിച്ചിട്ട് നടക്കാൻ പഠിക്കുക.
പാല് പിടിക്കുമ്പോൾ അതാണ്ട് ഓടും. അപ്പം അങ്ങനെ ഓടുക നടക്കുക ചെയ്യാലോ. വത്സേരി ദത്തത ഉഭാവനികൃഷ്യമാണോ പ്രേക്ഷന്ത ഉച്ചിത ഗൃഹ ജഹൃഷുർ ഹസന്ധ്യ. പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക്, ആ വീട്ടിൽ നിന്ന് ഇഞ്ഞൊരു വീട്ടിലേക്ക് എന്ന ക്രമത്തിൽ ഓടി. ശിങ്കി അഗ്നിദംട്യതിജലത്തിജ കണ്ടകേഭ്യ ക്രീഡാപരാവധി ബലോ സ്വസുതോ നിഷേധം. ഭാഗവതത്തെ ശ്ലോകാട്ടോ. ശൃംഗി കൊമ്പുകളുള്ള പശുക്കൾ, മൃഗങ്ങൾ, കൊമ്പുകളുള്ള മൃഗങ്ങൾ ചിലപ്പോൾ അഗ്നി തീയിൻ്റെ അടുത്തേക്ക് പോവും. തീ കത്തുകയാണ് ചുടുന്നെന്ന് അവർക്കറിയില്ലോ. അസി, വാള, ആയുധം, മൂർച്ചയുള്ള ആയുധങ്ങൾ, കത്തി, ഇതൊക്കെ പോയിട്ട് പിടിക്കുക. കണ്ടകേഭ്യ പറയുമ്പോൾ മുള്ളാണെന്നുണ്ടോ അവർക്കറിയ. കൊമ്പുള്ള മൃഗങ്ങൾ, വാള്, ആയുധം, കത്തി, അല്ലെ അഗ്നി, ഇതിൻ്റെ അടുത്തൊക്കെ പോവും. ക്രീഡാപരാവധി ബലോ സ്വസുതോ നിഷേധം. ഈ കുട്ടികളെ തടയാനുണ്ടോ ഇവർക്ക് പറ്റണോ? അപകടമാണ് വരാൻ പോണതേ. അതിൽ തടയാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. കുട്ടികളെ എത്ര ദിക്കിലും വലിയ ആൾക്കാർക്ക് എത്താൻ പറ്റുമോ? വലിയ ശരീരവും വെച്ചിട്ട് അവർ കടപെടാന്ന് തീയിൻ്റെ അടുത്ത് പോവും, വെള്ളത്തിൻ്റെ അടുത്ത് പോവും. കത്തി, ആയുധങ്ങൾ അത് പോയിട്ട് എടുക്കും. കൈ മുറിയോ എന്നങ്ങനെ വിചാരിച്ച് പേടിച്ച യശോദാരോഹിണി കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നന്നേ പണിപ്പെട്ടു. ഗൃഹ്യാണി കർത്തുമപി യത്ര തജ്ജനന്യോ ശേഖാത ആപതുരലം മനസോനവസ്ഥാം. വളരെയേറെ ഇവരെ ആ അപകടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ യശോദയും രോഹിണിയും നന്നേ കഷ്ടപ്പെട്ടു എന്ന് പറയണം. തദനുചരണചാരീധാരകേസാഗമാര നിലയ തദിഷുഖേലൻ ബാലചാബല്യശാലി പവനചുഗബിടാളാൻ വത്സകാഞ്ചാനുധാവൻ കഥമഭിഗതകാസേർ ഗോപകേർവാരിതോ ഭൂ. എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ടും ഗൃഹകൃത്യങ്ങളൊക്കെ അവർ മറന്നിട്ടും ഭഗവാനെ ഈ കളികൾ തന്നെ അവർ കണ്ട് അങ്ങനെ നിന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.